നീ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കയറി വന്നത്? ആര് പറഞ്ഞിട്ടാണ് നീ ഇതിനകത്ത് കാല് വെച്ചത്? നിന്നോടല്ലേ പറഞ്ഞ ഇറങ്ങാൻ? ദേ, അല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കുവേ. പിടിച്ചു വലിച്ച് രണ്ടിനെയും പുറത്തേക്ക് ഇറക്കട്ടെ അമ്മേ. എടാ, നീ അവിടെ അടങ്ങി നിക്ക്. ഇതൊക്കെ ഇവര് കൈകാര്യം ചെയ്തോളൂ. നിന്നോടാ ചോദിച്ചത്. നീ എന്ത് കരുതിയാ ഇതിനകത്തേക്ക് കയറി വന്നതെന്ന്? ദേ, ഇവിടെ ചോര വീഴ്ത്തിക്കാതെ ഇവളെയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോടി. അങ്ങനെ അങ്ങ് പോകാനല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ പിന്നെ എന്ത് ഭാവിച്ചാടി നിന്റെ പുറപ്പാട്? നിങ്ങൾ പിടിച്ച് പുറത്താക്കി നമ്മുടെ മകളെ അകത്തേക്ക് കയറ്റാനാ ഞാൻ വന്നത്. നമ്മുടെ മകളോ? നീ മിണ്ടരുത്. ഇതുവരെ നീ കണ്ട പാവം പിടിച്ച പത്മാവതി അല്ല ഞാൻ. ഇനിയും കളിച്ചാ കൊന്നുകളയും നിന്നെ ഞാൻ. എന്റെ മകള് പുറത്തു നിന്ന് മഴ നനയാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. അവളുടെ അച്ഛനത് വിനോദമാണെങ്കില് അവളെ പ്രസവിച്ച അമ്മയായ എനിക്ക് അത് നൊമ്പരോ? നിനക്ക് ഇതിനകത്തേക്ക് കയറി വരാനുള്ള അനുവാദം ആര് തന്നു ഞാൻ ചോദിച്ചത്? എന്റെ വീട്ടിലേക്ക് കയറി വരാൻ ഞാൻ ആരുടെ അനുവാദം ചോദിക്കേണ്ട? നിന്റെ വീടോ? ഏതു വകുപ്പിലാടി ഇത് നിന്റെ വീടാകുന്നേ? ഈ വീട് എന്റെ മകളുടെ പേരിലുള്ളതാ. പ്രതാപവർമ്മയും ഇത്തിക്കണികളായ നീയും നിന്റെ മകനും കൂടെ അനുഭവിച്ചു വരുന്ന മറ്റെല്ലാ സ്വത്തുക്കളും എന്റെയും കൂടി പേരിലുള്ളതാ. സംശയം ഉണ്ടെങ്കില് നീ നിന്റെ ആങ്ങളയോട് ചോദിച്ചു നോക്കടി. നിനക്ക് സംശയം കാണില്ല. കാരണം നീയാണല്ലോ ഈ മനുഷ്യനെ ഇങ്ങനെ ആക്കിയത്. എന്റെ മുത്തശ്ശൻ സൂര്യമംഗലത്ത് മഹാദേവവർമ്മയുടെ സ്വത്തുക്കളായതില്ല. അമ്മമ്മയും കൂടി ചേർന്ന് എഴുതി കൊടുത്തതാ. എന്റെ അമ്മയുടെ പേരിലും എന്റെ അച്ഛന്റെ പേരിലും. എന്റെ അമ്മയുടെയും എന്റെ അവകാശം കഴിഞ്ഞേ അച്ഛൻ ഈ സ്വത്തുക്കളിൽ അവകാശമുള്ളൂ. അച്ഛൻ അമ്മയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അച്ഛന് ഈ സ്വത്തിൽ അവകാശമില്ല. മനസ്സിലായോ അംബിക നിങ്ങൾക്ക്? എനിക്കിവിടെ കയറി വരാനുള്ള റൈറ്റ്സ് എന്താന്ന് ഇപ്പൊ അംബികയ്ക്ക് മനസ്സിലായല്ലോ.